അരി അതൊക്കെ കുറേ കിടപ്പുണ്ട്. ലക്ഷങ്ങൾ മതിപ്പുള്ള സാധനങ്ങളാണ് കിടക്കുന്നത്. ഗവൺമെന്റിന് എന്തുമാത്രം നഷ്ടമായിട്ടിരിക്കും. ഇത് അധികാരികളൊക്കെ ഇത് ശ്രദ്ധിക്കുന്നില്ല. രണ്ടായിരത്തി 2018 മഹാമാരിയെടുത്ത മൂന്നാർ സർക്കാർ കോളേജ് കെട്ടിടം നാശത്തിലേക്ക്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഫർണിച്ചറുകളും മറ്റുപകരണങ്ങളും ഉപയോഗിക്കാതെ ചിതറെടുക്കുന്നു. പ്രളയത്തെ തുടർന്ന് കെട്ടിടത്തിന് ബലക്ഷയമെന്ന് കണ്ടെത്തിയതോടെയാണ് കോളേജ് അടച്ചുപൂട്ടിയത്. നാളുകളേറെ പിന്നിട്ടപ്പോൾ കോളേജിന് അകത്തുണ്ടായിരുന്ന ഉപകരണങ്ങൾ ഓരോന്നും മോഷണവും പോയി തുടങ്ങി. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണിപ്പോൾ പ്രദേശവാസികളടക്കം ആവശ്യപ്പെടുന്നത്. മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമാണ് കോളേജുള്ളത്. കാലവർഷം ഏറെ കനത്ത 2018 അപ്രതീക്ഷിതമായാണ് പ്രളയമെത്തിയത്. ഇതോടെ ഏറെ ദിവസം അടച്ചിട്ട കോളേജ് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്ന് പഠനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. എന്നാൽ കോളേജിലുണ്ടായിരുന്ന ഫർണിച്ചറും മറ്റുപകരണങ്ങളുമെല്ലാം ഇപ്പോഴും അവിടെയുണ്ട്. കോളേജിന് സ്വന്തമായി കെട്ടിടമില്ലാതായിട്ട് വർഷങ്ങളായെങ്കിലും പുതിയ കെട്ടിടം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല.